5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഡോക്ടറുടെ അനാസ്ഥ, അലംഭാവം, കുഞ്ഞ് മരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെ നേരിട്ട് അനുഭവമുള്ളൊരു വിഷയമാണ് പറയുന്നത്. ഇന്ന് ആ ഹോസ്പിറ്റൽ ഇല്ല, ആ ഹോസ്പിറ്റൽ മാറി, അതിൻ്റെ ഉടമ മാറി, ഉടമ മരിച്ചു, ഉടമ വളരെ ബുദ്ധിമുട്ടി, കുറേ കാര്യങ്ങൾ നടന്നു. പക്ഷേ അന്ന് ആ ഹോസ്പിറ്റലിൽ ഒരു പിതാവും കുടുംബവും അനുഭവിച്ച ദുഃഖം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ അന്ന് അഡ്മിറ്റ് ചെയ്ത പെൺകുട്ടിയുടെ അമ്മയെയും അഡ്മിറ്റ് ചെയ്തത് ആ ഹോസ്പിറ്റലിലായിരുന്നു. അമ്മ പ്രസവിച്ചതും ആ ഹോസ്പിറ്റലിൽ. അപ്പോൾ അമ്മ പ്രസവിച്ച മകളുടെ പ്രസവവും അവിടെ തന്നെ നടക്കണമെന്നുള്ള അമ്മയുടെ ആഗ്രഹം കൊണ്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. വളരെ മുന്തിയ ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ഗൈനക്കോളജിയിൽ വളരെ പ്രസിദ്ധമാണ്. അവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ്റെ ഡേറ്റ് സിസേറിയനാണ് നടത്താം, നോർമൽ പ്രസവം നടക്കുന്നില്ല, അപ്പോൾ സിസേറിയൻ നടത്താം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് ഒരു ഡേറ്റും ഫിക്സ് ചെയ്യുന്നു, ഒരു ചൊവ്വാഴ്ച ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ഈ വനിതാ ഡോക്ടർക്ക്, ഞാൻ വനിതയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പെട്ടെന്ന് തോന്നിയത്, വനിതയാണ് ഡോക്ടർ, ഒരു വനിതാ ഡോക്ടറുടെ തീരുമാനമൊക്കെയാണ്, നമ്മളൊരു അമ്മയാണ്, അവർ ചൊവ്വാഴ്ച ചെയ്യേണ്ട ഓപ്പറേഷനാണ്. അപ്പോൾ ചൊവ്വാഴ്ച വേറെ 2 സ്ത്രീകളെയും കൂടി 3 പേരെ കയറ്റി ലേബർ റൂമിലേക്ക് പോകുന്നു. ലേബർ റൂമിൻ്റെ അടുത്തുള്ള റൂമിൽ 3 പേരെ കിടത്തും, അതിൽ ഓരോരുത്തരായിട്ട് ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയപ്പോൾ ആദ്യത്തെ 2 പേർക്ക് നോവ് വന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്യാം. മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമെന്നുള്ള ആ സ്ത്രീ, അവർക്ക് ഓപ്പറേഷൻ നോവ് വന്നിട്ടില്ല, പ്രസവ നോവ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നാളെ നടത്താം എന്നുള്ള തീരുമാനം വന്നു. പെട്ടെന്ന് നാളത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ നോക്കിയപ്പോൾ അവർക്ക് വ്യാഴാഴ്ച പിന്നെ സമയമുള്ളൂ. പക്ഷേ വ്യാഴാഴ്ച അവർക്കൊരു കല്യാണമുണ്ട്, അതുകൊണ്ട് അവർ മാറ്റിവെക്കുകയാണ്. ആലോചിച്ച് നോക്കണം. അതേസമയം പാതിരാത്രിയും രോഗിയുടെ അല്ലെങ്കിൽ പ്രസവിക്കുന്ന സ്ത്രീകളുടെ സമയം നോക്കി പാതിരാത്രി പോലും പോയി പ്രസവം എടുക്കുന്ന എത്രയോ വനിതാ ഡോക്ടർമാർ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ പ്രൊമോഷനുകളായി പോകും എന്ന് ആരെങ്കിലും ധരിച്ചാലോ. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, വനിതാ ഡോക്ടറുണ്ട്, അവരുടെ ഭർത്താവുണ്ട്. പിന്നെ കൃത്യമായി പാതിരാത്രികൾ പോലും പേറ്റുന്നവർക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോയി പ്രസവം എടുക്കുന്ന ഡോക്ടർമാരുണ്ട് ഇവിടെ. അതേസമയമാണ് ഈ വനിത ഇങ്ങനെ ചെയ്തു. അവർ പറഞ്ഞു, വ്യാഴാഴ്ച അയ്യോ എനിക്ക് അന്നൊരു കല്യാണമുണ്ട്, അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം. കൃത്യമായി ഒരാഴ്ച മാറുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ വയറ്റിലുള്ള, നമ്മൾ ഈ പശുവൊക്കെ പ്രസവിക്കുമ്പോൾ പുറത്തു പോകുന്ന മാവെന്ന് പറയുന്ന പോലുള്ള കുറേ അവശിഷ്ടങ്ങളുണ്ട്, അത് അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്ത് പോകും. അത് കുറച്ച് വേസ്റ്റ് പോകുന്നതാണ് ഈ പ്രസവ സമയത്ത്. ആ വേസ്റ്റിൽ മക്കോണിയം എന്ന് പറയുന്നൊരു വസ്തു അടങ്ങിയിട്ടുണ്ട്. ഈ മക്കോണിയം കുഞ്ഞുങ്ങൾ വലിച്ചു കയറ്റും. അവർ പൂർണ്ണ വളർച്ചയെത്തിയാൽ പിന്നെ അവർ ശ്വസിക്കാൻ തുടങ്ങിയാൽ മക്കോണിയം കൂടി വലിച്ചു കയറ്റും. മക്കോണിയം എന്ന് പറയുന്നത് ഒരു മലിന വസ്തുക്കളാണ്, പൊല്യൂഷനായിട്ടുള്ള വസ്തുക്കളാണ്. ഇത് ശരീരത്തിൽ കയറിയാൽ ഞരമ്പിലും അവിടെ ഇവിടെയൊക്കെ കയറിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് എല്ലായിടത്തും എത്തുകയും പിന്നെ ബ്രെയിനിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. അവസാനം ഈ പറഞ്ഞ കുഞ്ഞിനെ ഒരാഴ്ച കഴിഞ്ഞതുകൊണ്ട്, പ്രസവം എടുക്കാൻ അല്ലെങ്കിൽ സിസേറിയൻ നടത്താൻ ഒരാഴ്ച കഴിഞ്ഞതുകൊണ്ട് കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ നല്ല വെളുത്ത സുന്ദരനായൊരു ആൺകുഞ്ഞ്, അതിൻ്റെ തലച്ചോറിലും പല സ്ഥലങ്ങളിലും നല്ല വെളുപ്പുള്ളത് കൊണ്ട് തന്നെ ഞരമ്പെല്ലാം കാണാമായിരുന്നു. അതിൽ ശരിക്ക് മക്കോണിയത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തീർച്ചയായും ആ അച്ഛൻ മാത്രമാണ് പോയി കാണുന്നത്, വീട്ടുകാരെ കാണിച്ചില്ല. ഇൻക്യുബേറ്ററിൽ വയ്ക്കണം എന്ന് പറഞ്ഞ് ഇൻക്യുബേറ്ററിൽ വെച്ചു. അതിനുശേഷം ആ കുഞ്ഞിനെ വേണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ജോസ് മാമൻ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവിടെ തിരുവനന്തപുരത്ത് താമസമുണ്ട്, അദ്ദേഹത്തെ കൂടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞ് ജീവിച്ചാലും പ്രശ്നമാണ്, ബുദ്ധിമാന്ദ്യം വരും, കാരണം തലച്ചോറിലൊക്കെ ഇത് കടന്നിരിക്കുകയാണ്, ശ്വാസകോശത്തിലുമൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ സാധ്യത. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി ഇൻക്യുബേറ്ററിൽ തന്നെ വയ്ക്കുക എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി പ്രസവം എടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് അവിടുത്തെ ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രധാന ഡോക്ടറും സംഘവും കൂടി ഈ പ്രസവിച്ച വനിതയെ കാണാൻ വരുമ്പോൾ അവർ മുറമുറുക്കുന്നുണ്ടായിരുന്നു. ആ മുറമുറുപ്പിൽ അവിടെ ഈ പ്രസവിച്ച വനിതയുടെ ഒരു ബന്ധു നഴ്സായി ഉണ്ടായിരുന്നു, അവർ നിന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ആ നഴ്സിനെ പിന്നെ വെളിയിൽ വെച്ച് ട്രേസ് ചെയ്ത് ഒന്ന് സ്നേഹപൂർവ്വം ചോദിച്ചപ്പോഴാണ് നഴ്സ് കാര്യം പറയുന്നത്, അവിടെ വലിയ വഴക്ക് നടന്നു ആ ഹോസ്പിറ്റലിൽ. ഓപ്പറേഷൻ ശരിക്ക് ചൊവ്വാഴ്ച നടത്തേണ്ടിയിരുന്നത് വ്യാഴാഴ്ചയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഈ കുഞ്ഞ് ജീവനോടെ രക്ഷപ്പെടുമായിരുന്നു. ഒരു ഡോക്ടറുടെ എത്തിക്സിനെ കുറിച്ച് പറയാനാണ് ഞാനിത് പറഞ്ഞത്. എന്താണ് ഇവിടെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഒരു വനിതയായ ഡോക്ടർ മറ്റൊരു പ്രസവം എടുക്കുന്നതിന് അവരുടെ ഒരു കല്യാണ ഡേറ്റ് നോക്കി, വളരെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണമൊന്നും ആയിരുന്നില്ല, ഒരു സുഹൃത്തിൻ്റെ കല്യാണ ഡേറ്റ് നോക്കി, കല്യാണത്തിനൊക്കെ നമുക്ക് വൈകുന്നേരമൊക്കെ പോകാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ വൈകുന്നേരം ഫിക്സ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ചെയ്യാതെ ഒരു വനിതയുടെ, ഒരു സ്ത്രീയുടെ ഒരു മോഹമാണ്, ഒരു കുടുംബത്തിൻ്റെ മോഹമാണ്,
ഒരാൺകുട്ടി വരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം കറക്റ്റാണ്, നല്ലതാണ്, അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ ഒരാൺകുട്ടി വരുന്നത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകുമ്പോൾ വീട്ടുകാർക്ക് കൂടുതൽ സന്തോഷമായിരിക്കുമല്ലോ. രണ്ട് ജെൻഡറിലുമുള്ള കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചായാലും സന്തോഷം തന്നെയാണ്. രണ്ട് പെൺകുട്ടികളായാലും സന്തോഷം, രണ്ട് ആൺകുട്ടികളായാലും, മക്കളാരായാലും എല്ലാം ദൈവത്തിൻ്റെ സന്തതികളാണ്, എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങനെ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ മൂന്നാമത്തെ പെൺകുട്ടി, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വന്നാലും മൂന്നാമത്തെ കുട്ടി വരും, അതെല്ലാം സംഭവിക്കുന്നതാണ്. അതൊക്കെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിലൊന്നും വിഷയമൊന്നുമില്ല. പക്ഷേ ഈ ഒരാൺകുട്ടി അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ഇങ്ങനെ സംഭവിക്കുമ്പോൾ നടന്ന് ഓടി ചിരിച്ച് ഭർത്താവിനോട് കളി പറഞ്ഞ് ഞാനിപ്പോൾ പ്രസവിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന അമ്മ അതിനകത്ത് കയറി, ആ വനിത കയറി വളരെ ബുദ്ധിമുട്ടോടുകൂടി തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ തൻ്റെ കുഞ്ഞില്ല എന്നറിയുമ്പോൾ വളരെ വേദനയുണ്ടാകുന്നു. ഇത് ഒരു മെഡിക്കൽ എത്തിക്സിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായും മെഡിക്കൽ ഡോക്ടർമാർ ഇത് കാണുക. നിങ്ങൾ എത്തിക്സ് ഇല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് പോകാതിരിക്കുക. ഏത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു രീതിയുണ്ട്. തീർച്ചയായും മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ എത്തിക്കൽ തിയറിയാണ്. അതില്ലാത്തവർ അതിലേക്ക് പോകാതിരിക്കുക. ശ്രീ നന്ദകുമാറിൻ്റെ വീഡിയോ കൂടി കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാര്യം കൂടി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ എൻ്റെ പഴയ ഓർമ്മയിൽ നിന്നെടുത്ത് ചെയ്തത്. എല്ലാവർക്കും നന്ദി.